സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പോലീസ് പരിശോധന ശക്തമാകുന്നതിനിടെ തലസ്ഥാനത്ത് വൻ ലഹരിവേട്ട. ഭീമാപള്ളിക്ക് സമീപത്തെ 3 കടകളിൽ നിന്നും 37 ലക്ഷം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. മിഠായി കടയുടെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ മാഹിൻ, ഫിറോസ് ഖാൻ എന്നിവർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ഭീമാപ്പള്ളിയുടെ സമീപത്തുള്ള കടകളിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 3 കടകളിൽ നിന്ന് 37 ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ശംഭു, പാൻപരാഗ് ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. കടയുടമകളായ മാഹിൻ, ഫിറോസ് ഖാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് അടഞ്ഞുകിടന്ന 3ാമത്തെ കട പൊളിച്ച് സ്ക്വാഡ് പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് വൻതോതിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഏകദേശം 70 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 2500 കിലോഗ്രാം ലഹരി വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത്. മിഠായിക്കടയുടെ മറവിലായിരുന്നു ലഹരി വിൽപ്പന നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. രാവിലെ 10 മണിയോടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ആരംഭിച്ചത്. പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ വൻ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ജനം, തിരുവനന്തപുരം.